മലയാളികളുടെ മനസ്സിലേക്ക് നിരത്തിക്കൊണ്ട് കയറി വന്ന ഒരു അമേസിംഗ് ആക്ടർ, അതിനുശേഷം വളരെ സീരിയസ് ക്യാരക്ടർ. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ ഓഡിയോ ലോഞ്ചിനെത്തിയ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം അർപ്പിക്കുന്നു. നന്ദി. ഇന്ന് ശരിക്കും പറയാം അങ്കിത് മേനോൻ്റെ ഡേ ആണ്. എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചതിനൊക്കെ ആൻസർ പറയാം. എൻ്റെ സിനിമാ ജീവിതത്തിൽ ഒരു പുതിയ കാൽവയ്പ്പാണ് ഞാൻ നടത്തിയിരിക്കുന്നത്. എൻ്റെ അമ്മയുടെ പേരിൽ വിലാസിനി സിനിമാസ് എന്ന പേരിൽ ഒരു ബാനർ വന്നു. ഞാനും ലിസ്റ്റൻ സീഫ് ആൻഡ് മാജിക് ഫ്രെയിംസും ചേർന്നാണ് ED എന്ന സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ശരിക്കും ഡയറക്ടർ ആമിർ വന്ന് ഇതിൻ്റെ കഥയും കഥാപാത്രത്തെക്കുറിച്ചും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ശരിക്കും ഒരുപാട് ചിരിച്ചുപോയി. ഇതുപോലുള്ള കഥാപാത്രങ്ങളെയൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്തും നമ്മുടെ പല വീടുകളിലുമൊക്കെ കാണാറുണ്ട്. എനിക്ക് അതിയായ ഇഷ്ടമായി. ഞാൻ ചിരിച്ചു. ഞാൻ പറഞ്ഞു, അപ്പം തന്നെ ചോദിച്ചു, ആമറെ ഇതിൻ്റെ ആരെങ്കിലും പ്രൊഡക്ഷൻ ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇല്ല. അപ്പോൾ ഞാൻ ഉടനെ തന്നെ പറഞ്ഞു ഞാൻ പ്രൊഡ്യൂസ് ചെയ്തോട്ടെ. ഓക്കെ ഏട്ടാ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ലിസ്റ്റൻ സീഫിനോടൊപ്പം ഉള്ള നമ്മുടെ സന്തോഷ് ഏട്ടനെ കാണാനിടയായി. ഞാൻ പറഞ്ഞു ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു കഥ കേട്ടോ, നല്ല കഥയൊക്കെ വരുമ്പോൾ ഞാൻ സുഹൃത്തുക്കളുമായിട്ടൊക്കെ പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിനോട് കഥ കേൾക്കുന്നോന്ന് ചോദിച്ചു. ഞാനും കൂടെ കേൾക്കാം എന്ന് പറഞ്ഞു. അദ്ദേഹം കഥ കേട്ട ഉടനെ എന്നോട് പറയുകയാണ്, ഇത് നമുക്ക് ലിസ്റ്റൻ സീഫൻ സാറിനെ കൊണ്ടങ്ങ് ചെയ്യിപ്പിച്ചാലോ? ഞാൻ പറഞ്ഞു അത് വേണ്ട, ഞാൻ ചെയ്തോളാം. ഇല്ല അങ്ങനെയാണെങ്കിൽ സാറുമായിട്ട് ചേർന്ന് 2 പേർക്കും കൂടെ ചെയ്യാം. ബെസ്റ്റ്, നിങ്ങൾ വിചാരിക്കാത്ത വേറെ ലെവലിൽ പുള്ളി എത്തിക്കുമെന്ന് പറഞ്ഞു. സത്യമായിട്ട് പറയാണ്, ഈ സിനിമയുടെ നമ്മുടെ ഷൂട്ടിംഗ് തീർന്ന ദിവസം പാക്കപ്പ് ഡേ ആണ് ലിസ്റ്റിനെ ഞാൻ നേരിട്ട് കാണുന്നത്. പിന്നെ അതിനുശേഷം ഇന്നാണ് ഞാൻ കാണുന്നത്. ഒന്ന് ആലോചിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ ചേട്ടനോടും വിളിച്ച് ചോദിച്ചില്ലേ, ചേട്ടൻ അടുത്ത പടത്തിൽ പൈസ കൂടുതൽ ചോദിക്കില്ലെന്ന്. കിട്ടൂല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൻ്റെ പ്രൊഡക്ഷനിൽ ഞാനും കൂടെ ചേർന്നത്. അല്ലാതെ ശമ്പളമായിട്ട് ചോദിച്ചാൽ തരില്ലല്ലോ. പിന്നെ ഇതിൻ്റെ ഇനി വേണം എനിക്ക് ലിസ്റ്റിനെ ശരിക്കും ഒന്ന് കാണാൻ. എവിടെ പോയോ? കാര്യം അമ്മ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട്, മക്കളെ ഇതിൻ്റെ കണക്കുകളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല എന്ന്. അമ്മയോട് എനിക്ക് കള്ളത്തരം പറയാൻ പറ്റില്ല. അപ്പോൾ സത്യസന്ധമായിട്ട് ഏൽപ്പിക്കുമെന്ന് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഈ സിനിമയുടെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ച എല്ലാ കലാകാരന്മാരും എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഇതിൽ 6 പാട്ടുകളാണുള്ളത്. 4 ഫുൾ സിനിമയിലുണ്ട്. 6 ഉണ്ട്. അതിൽ 2 ബിറ്റ് സോങ് ആണ്. എന്തായാലും ആ പാട്ടൊക്കെ നമുക്ക് കേൾക്കാം. പിന്നെന്താ, 20-ാം തീയതിയാണ് സിനിമ റിലീസ്. ഇതുവരെ നിങ്ങൾ എനിക്ക് തന്ന സ്നേഹത്തിന് നന്ദി പറയുകയാണ്. ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഇനി 20-ാം തീയതിക്ക് ശേഷം സിനിമ സംസാരിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക്സ് a lot, സുരാജ്.